നമസ്കാരം. ഇറാനും US ഇസ്രായേൽ കമ്പൈൻഡ് ഫോഴ്സും തമ്മിലുള്ള യുദ്ധം ഇന്നലെ രാവിലെ ആരംഭിച്ച കാര്യം നമുക്കറിയാം. ഏകദേശം ഇറാനിലെ ഒരു ഓഫീസ് ടൈമോട് കൂടിയാണ് യുദ്ധം ആരംഭിക്കുന്നത്. ഇരുട്ടിൻ്റെ മറവിലൊന്നുമല്ല, പച്ച വെളിച്ചത്തിൽ, ഡേ ലൈറ്റിലാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അത് വിമാനങ്ങളിൽ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകൾ കൊണ്ടാണ് അവർ തുടങ്ങിയത് എന്ന് വേണം വിചാരിക്കാൻ. സ്റ്റെൽത്ത് ഫെസിലിറ്റി ഉള്ള വിമാനങ്ങൾ ഇറാൻ്റെ ആകാശത്തു നിന്ന് തന്നെ ഖമനേയിയുടെ ഓഫീസ് ലക്ഷ്യമാക്കി ഖമനേയിയെ വധിച്ചുകൊണ്ടാണ് യുദ്ധം തുടങ്ങിയത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ആദ്യം തന്നെ വന്ന റിപ്പോർട്ടുകൾ ഖമനേയിയുടെ ഓഫീസ് സമുച്ചയത്തിന് നേരെ ആക്രമണം ഉണ്ടായി എന്നായിരുന്നു. ഖമനേയി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു സൂചന പോലും അപ്പോഴുണ്ടായിരുന്നില്ല. വൈകുന്നേരത്തോടു കൂടിയാണ് ഖമനേയി അതിൽ പെട്ടിട്ടുണ്ടാവാം എന്നുള്ള സൂചനകൾ പുറത്തു വന്നത്. ആ ഓഫീസ് സമുച്ചയം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ട സാറ്റലൈറ്റ് പിക്ചേഴ്സൊക്കെ ഒരു സന്ധ്യയോടുകൂടി തന്നെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇറാൻ പറഞ്ഞത് ഖമനേയി സുരക്ഷിതരാണ്, അദ്ദേഹത്തെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. ഏകദേശം ഒരു 8 മണിയോടുകൂടി, വൈകുന്നേരം 8 മണിയോടുകൂടി ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് സൂചനകൾ വന്നു തുടങ്ങി, ഖമനേയി വധിക്കപ്പെട്ടു. അപ്പോൾ ഉടനെ തന്നെ ഇറാൻ്റെ ഭാഗത്ത് പ്രതികരണം ഉണ്ടായി. ഖമനേയി സുഖമായിരിക്കുന്നു, ഉടനെ തന്നെ അദ്ദേഹം രാഷ്ട്രത്തെ അഭിമുഖീകരിക്കാൻ, രാഷ്ട്രത്തോട് സംസാരിക്കാനായി ഉടനെ പ്രത്യക്ഷപ്പെടും എന്നവർ പറഞ്ഞു. പിന്നീട് രാത്രി ഒരു 11 ആവുന്ന സമയം, ഇന്ത്യൻ സമയമാണ് ഞാൻ പറയുന്നത് കേട്ടോ, സമയമാകുമ്പോഴത്തേക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞു, ആ വലിയ തിന്മ ലോകത്തിൽ നിന്ന് നീക്കം ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഖമനേയിയെ ഒരു വലിയ തിന്മ എന്നാണ് വിശേഷിപ്പിച്ചത്. ആ വലിയ തിന്മയെ ലോകത്ത് നിന്ന് നീക്കം ചെയ്തു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇസ്രായേലും അത് കൺഫേം ചെയ്തു. ഇസ്രായേൽ അതിനെ കഴിഞ്ഞ് മുമ്പ് തന്നെ ഖമനേയി കൊല്ലപ്പെട്ടു എന്ന് IDFന്റെ പ്രസ്താവന വന്നിരുന്നു. അപ്പോഴും ഇറാൻ പിടിച്ചു നിന്നു. ഇപ്പം ഇന്ത്യൻ സമയം ഇന്ന് കാലത്താണ് ഇറാൻ സമ്മതിക്കുന്നത് ഖമനേയി കൊല്ലപ്പെട്ടു, 40 ദിവസത്തെ ദുഃഖാചരണം എന്നുള്ള കാര്യം പറയുന്നത്. അപ്പം അതിൻ്റെ പിന്നാലെയാണ് അസോസിയേറ്റഡ് പ്രസ്സിന് ട്രംപ് കൊടുത്ത ഒരു പ്രസ്താവന ഇത്തരത്തിലാണ്. ട്രംപ് സെഡ് ഖമനേയി വാസ് അണേബിൾ ടു overcome our intelligence and a highly sophisticated tracking system, and we were working closely with Israel. There was not a thing he or other leaders that have been killed along with him could do. This is the single greatest chance for the Iranian people to take back their country. അതായത് അമേരിക്കയുടെ ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് ആൻഡ് ട്രാക്കിംഗ് സിസ്റ്റത്തിനെ ഓവർകം ചെയ്യാനുള്ള ഒന്നും ഖമനേയിയുടെയോ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ കൊല്ലപ്പെട്ടവരുടെയോ കയ്യിലുണ്ടായിരുന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. അതായത് നിരന്തരമായിട്ട് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഈ ഖമനേയിയെ ഇങ്ങനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് ഓഫീസിൽ എപ്പോഴെത്തും എന്ന സമയം അറിഞ്ഞുകൊണ്ട് തന്നെ അത് ആക്രമിച്ചതാണ്. ഇസ്രായേൽ പറയുകയുണ്ടായിട്ടുണ്ട്, ഇത് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ ആക്രമണം തുടങ്ങേണ്ട ദിവസം നിശ്ചയിച്ചിരുന്നു. അപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഖമനേയി ഈ ഓഫീസിൽ എത്തുന്ന സമയം അവർ മനസ്സിലാക്കി വെച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി അവിടെ കൊല്ലപ്പെട്ട നേതാക്കന്മാരുടെ ഒരു ലിസ്റ്റായിട്ട് ഇന്നലെയൊക്കെ അസോസിയേറ്റഡ് പ്രസ് പുറത്തുവിട്ടത് അലി ഷംഖാനി, ഡിഫൻസ് കൗൺസിലിൻ്റെ ചീഫാണ് അദ്ദേഹം. ഇറാൻ്റെ പ്രതിരോധം നയിക്കുന്ന കൗൺസിലിൻ്റെ ചീഫാണ് അലി ഷംഖാനി. ദെൻ മുഹമ്മദ് പാക്പോർ IRGCയുടെ ചീഫാണ്. IRGC ആണ് നമുക്കറിയാവുന്ന അവിടുത്തെ റെജിമിനെ സംരക്ഷിക്കാൻ ചുമതലയുള്ള എലൈറ്റ് ഫോഴ്സായിട്ട് പരിഗണിക്കപ്പെടുന്നത്. അവർക്ക് അവരുടെ ജോലി രാജ്യത്തെ സംരക്ഷിക്കലല്ല, ജനത്തെ സംരക്ഷിക്കലല്ല, അവരുടെ ജോലി ഈ റെജിമിനെ സംരക്ഷിക്കലാണ്, ഖമനേയിയെ സംരക്ഷിക്കലാണ്. 1.5 ലക്ഷത്തോളം പട്ടാളക്കാർ വരുന്ന എക്സ്ട്രീംലി ട്രെയിൻഡ് ആയിട്ടൊരു ഫോഴ്സാണ്, അത് ഹൈലി ഡെഡിക്കേറ്റഡ് ഫോഴ്സാണ്. അവരാണ് ഇപ്പോൾ ഈ യുദ്ധം നയിക്കുന്നത്. അവർ യുദ്ധം ചെയ്യുന്നത് രാജ്യത്തിനോ ജനങ്ങൾക്കോ വേണ്ടിയല്ല, അവർ യുദ്ധം ചെയ്യുന്നത് റെജിമിന് വേണ്ടി, ഈ ഭരണകൂടത്തിന് വേണ്ടിയാണ്. അതിൻ്റെ ചീഫ് മുഹമ്മദ് പാക്പോർ അദ്ദേഹം കൊല്ലപ്പെട്ടു. പിന്നെ അസീസ് നസീർ ഡിഫൻസ് മിനിസ്റ്റർ കൊല്ലപ്പെട്ടു. പിന്നെ മുഹമ്മദ് ഷിറാസി മിലിറ്ററി ബ്യൂറോ ഹെഡ് കൊല്ലപ്പെട്ടു. റച്ച മത്ഫരി ഫോർമർ ചെയർമാൻ ഓഫ് സ്പാൻ, അത് മിലിറ്ററിയുടെ വേറൊരു വിങ്ങാണ്, അദ്ദേഹം കൊല്ലപ്പെട്ടു. ദെൻ ഹുസൈൻ ജാബൽ അമാലിയൻ ചെയർമാൻ ഓഫ് SFA MD, അത് മിലിറ്ററിയുടെ വേറൊരു വിങ്ങാണ്, അദ്ദേഹം കൊല്ലപ്പെട്ടു. ദെൻ സലാഹ് അസാദി ഇൻ്റലിജൻസ് ബ്യൂറോ ചീഫ്, അദ്ദേഹവും കൊല്ലപ്പെട്ടു. അപ്പോൾ ഒരുപക്ഷെ ഇവർ എല്ലാവരും കൂടി ഒരു മീറ്റിങ്ങിലായിരിക്കുന്ന സമയം, നേരത്തെ നിശ്ചയിക്കപ്പെട്ട ഒരു മീറ്റിംഗ്
കണ്ടക്ട് ചെയ്യുന്ന സമയം നോക്കിയായിരിക്കണം ഇസ്രായേൽ അവിടെ ബോംബ് ചെയ്തത് എന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ ഇത് മുൻപ് അവിടെ നിന്ന് ഇറാനിൽ നിന്ന് മൊസാദ് കളക്ട് ചെയ്ത അല്ലെങ്കിൽ CIA കളക്ട് ചെയ്ത ഇൻഫർമേഷൻ പ്രകാരം ഈ ഖമനേയിയെ വധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഖമനേയിക്ക് നേരെ അറ്റംപ്റ്റ് നടത്തിക്കൊണ്ട് ഈ യുദ്ധം തുടങ്ങാമെന്ന് തീരുമാനിച്ച് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ട ഒരു ഡേറ്റിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ഇന്നലെ തന്നെ IRGC പറയുകയുണ്ടായി. എന്തായാലും അവരുടെ ആദ്യത്തെ ലക്ഷ്യത്തിൽ ഇതുവരെ ഇപ്പം ഒരു ദിവസം ഏകദേശം പൂർണ്ണമാകുന്നു. ഈ ഒരു ദിവസം വരെയുള്ള നമ്മളുടെ ഈ യുദ്ധത്തിൻ്റെ ഒരു രീതി നോക്കിയാൽ അമേരിക്കൻ ഇസ്രായേൽ ശ്രമങ്ങൾ പരിപൂർണ വിജയമാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാനെ സംബന്ധിച്ച് ഒരു തിരിച്ചടി നൽകാൻ കഴിയുന്നില്ല. ഖമനേയിയുടെ കൂടെ അല്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കൊട്ടാരം കൂടിയാണ്, അതിന് അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് ഈ ഓഫീസിന്. ഖമനേയി കൂടുതൽ സമയവും അവിടെയാണ് ഉണ്ടാവുക, അവിടെ നിന്നാണ് അദ്ദേഹം ഭരണം നിയന്ത്രിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇറാന് ഒറ്റ നേതാവേ ഉള്ളൂ, അത് ഖമനേയിയാണ്. അല്ലാതെ അവിടെ പ്രസിഡന്റ് പെഷേസ്കിയാനോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ സാധാരണ സംസാരിക്കാൻ വരുന്ന ഫോറിൻ മിനിസ്റ്റർമാർക്കോ ഒന്നും പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ഇവരൊക്കെ ഖമനേയിയുടെ വെറും സന്ദേശവാഹകർ മാത്രമാണ്. ഖമനേയിയാണ് ദ സോൾ റൂളർ. അദ്ദേഹം പറയുന്നതിന് അപ്പുറത്തേക്ക് അദ്ദേഹം ഹീസ് ദ കിങ്, ഹീസ് ദ ലീഡർ ആൻഡ് ഹീസ് ദ ഡിഫൻസ് ലീഡർ, എവറിഥിങ് ഹീസ്. അപ്പോൾ റിലീജിയസ് ലീഡർ എന്ന നിലയ്ക്ക് അല്ല അദ്ദേഹം ആക്ട് ചെയ്യുന്നത്, അദ്ദേഹം ഒരു ഭൗതിക ലീഡറാണ്. അപ്പോൾ ആ ഭൗതിക ലീഡറിനെയാണ് ഈ യുദ്ധത്തിലെ തുടക്കത്തിൽ അതിൻ്റെ തലയാണ് അവർ വെട്ടിമാറ്റിയത്. അപ്പോൾ അതിൽ ഏതൊരു പിൻ പോയിന്റഡ് ബോംബിംഗ് ആയിരുന്നു എന്ന് ട്രംപ് പറയുന്നുണ്ട്. പിൻ പോയിന്റഡ്, സോ അത്രയും ആക്യുറേറ്റ് ആണ് ഒരു ബോംബിംഗ്. മറ്റേ ഇറാൻ ചെയ്യുന്നത് പോലെ ബാലിസ്റ്റിക് മിസൈൽ ഇതിലൂടെ എവിടെയെങ്കിലും ചെന്ന് വീഴട്ടെ എന്നുള്ള നിലയ്ക്കുള്ള പരിപാടിയല്ല ഇത് കൃത്യമായി ക്രൂസ് മിസൈലുകൾ ഉപയോഗിച്ച് വിമാനത്തിൽ നിന്ന് വിടുന്ന ക്രൂസ് മിസൈലുകൾ ഉപയോഗിച്ച് പിൻ പോയിന്റഡ് കൃത്യമായ ടാർഗറ്റിലേക്ക് മിസൈലുകൾ അയക്കുന്ന, ബോംബുകൾ അയക്കുന്ന, ബോംബ് ക്യാരി ചെയ്യുന്ന മിസൈലുകൾ അയക്കുന്ന സംവിധാനം ഉപയോഗിച്ചാണ് ഇവരെ വധിച്ചിട്ടുള്ളത് എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇതിൽ പിന്നെ നാച്ചർ ഓഫ് അറ്റാക്ക് നമുക്കറിയാം. ഇസ്രായേലാണ് ആക്രമണം തുടങ്ങി വെച്ചത്. ആദ്യം ടെഹ്റാനിലാണ് ആക്രമണം ഉണ്ടായത്. പിന്നീട് IRGCയുടെ കോൺസെൻട്രേഷനുള്ള ഏരിയകളിൽ ആക്രമണമുണ്ടായി. അതിനുശേഷം ഏകദേശം ഒരു 6 hours ശേഷമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് റിട്ടാലിയേഷൻ തുടങ്ങിയത്. ആദ്യം 2 മിസൈലുകൾ ഇസ്രായേലിന് നേരെ അയച്ചു, പിന്നെ 1 മിസൈൽ അയച്ചു. അത് കഴിഞ്ഞിട്ട് ബഞ്ച് ഓഫ് മിസൈൽസ് അയച്ചു എന്ന് പറയുന്നു. ആ ബഞ്ച് ഓഫ് മിസൈൽസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പിന്നീട് പുറത്തു വന്നില്ല. ഇവർ മിസൈൽ വരുന്നു, മിസൈലിൽ 30 എണ്ണം ഉണ്ട്, 40 എണ്ണം ഉണ്ട്, ഇങ്ങനത്തെ കണക്കുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ടെല്ലവീവിൽ ഒരു മിസൈൽ വീണതായിട്ട് ചൈനീസ് മീഡിയ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വന്നിട്ടില്ല. ടൈംസ് ഓഫ് ഇന്ത്യ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് ടെല്ലവീവിൽ ഒരാൾ മരിച്ച് 24 പേർക്ക് പരിക്ക് പറ്റിയെന്നാണ്. പക്ഷേ അതിന് റോയിറ്റേഴ്സോ അസോസിയേറ്റഡ് പ്രസ്സോ അങ്ങനത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഏജൻസികൾ ഒന്നും തന്നെ അതിന് കൺഫർമേഷൻ തന്നിട്ടില്ല. അതൊരു ചൈനീസ് ന്യൂസ് ഏജൻസി മാത്രമാണ് അവിടെ ടെല്ലവീവിൽ തീയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ടെല്ലവീവിൽ നിന്നൊരു പിക്ചർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ചൈനീസ് ന്യൂസ് ഏജൻസി പറയുന്ന ഒരാൾക്ക് പരിക്ക് പറ്റി, ഒരാൾക്ക് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ഉണ്ട്, 7 പേർക്ക് പരിക്കുമുണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ന്യൂസ് പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ അല്ല. സോഷ്യൽ മീഡിയകളിൽ പലതും പറയുന്നുണ്ട്, നമുക്ക് അത്രത്തോളം റിലയബിൾ അല്ല. എന്തായാലും ശരി, ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് മരുഭൂമി പ്രദേശങ്ങളിൽ മിസൈലുകൾ വീണതായി ഇസ്രായേൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഡിഫെൻഡ് ചെയ്യാതെ ഒഴിവാക്കിയ മിസൈലുകളാണ്. മിസൈലുകൾ ഇറാനിൽ നിന്ന് പൊങ്ങുമ്പോൾ തന്നെ അത് ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ആ ട്രാക്ക് ചെയ്യപ്പെടുന്ന മിസൈലുകളുടെ ട്രാജക്ടറി മനസ്സിലാക്കി അത് ജനവാസ മേഖലകളിലേക്ക് എത്തുകയില്ല എന്ന് കരുതപ്പെടുന്ന മിസൈലുകളെ അവർ ഡിഫെൻഡ് ചെയ്യുന്നില്ല. അത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് വീണതങ്ങ് തീർന്നു നോക്കട്ടെ എന്നാണ് ചെയ്യുന്നത്. ജനവാസ മേഖലകളിലേക്ക് വരുന്ന എല്ലാ മിസൈലുകളും ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് ഇറാൻ കൂടുതൽ ആക്രമണം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് അറബ് രാജ്യങ്ങളുടെ നേരെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ആക്രമിക്കപ്പെട്ട രാജ്യങ്ങളുടെ കൂടുതൽ ബഹ്റൈൻ ഉണ്ട്, ഖത്തർ ഉണ്ട്, കുവൈറ്റ് ഉണ്ട്, ദുബായ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, ജോർദാൻ ഉണ്ട്, ഇറാഖ് ഉണ്ട്. അബുദുബായിൽ ഒരാൾ മരിച്ചതായിട്ട് റിപ്പോർട്ടുണ്ട്, മിസൈലിന്റെ കഷ്ണങ്ങൾ വീണിട്ട്. അപ്പോൾ ഈ മിസൈലുകളെല്ലാം തന്നെ ജോർദാനിൽ 34 ഡ്രോണുകളും മിസൈലുകളുമായിട്ട് ജോർദാനിൽ ആൻറ്റി മിസൈൽ സിസ്റ്റം ഉപയോഗിച്ച് തകർത്തതായിട്ട് ജോർദാൻ പറഞ്ഞിട്ടുണ്ട്. ഈ അറബ് രാജ്യങ്ങളിലൊക്കെ ആൻറ്റി മിസൈൽ സിസ്റ്റങ്ങൾ ആക്റ്റീവാണ്. ആൻറ്റി മിസൈൽ സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് എല്ലാം തകർക്കുന്നുണ്ട്. പക്ഷേ ദുബായിലുള്ള ചില ഹോട്ടലുകൾക്ക് തീപിടിച്ചതായും കത്തുന്നതായും ഒക്കെ നമുക്ക് വിവരം ലഭിക്കും. നമുക്കറിയാവുന്നതുപോലെ അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാന്റെ റിട്ടാലിയേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഷോർട്ട് റേഞ്ച് മിസൈലുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അവരുടെ ലോങ് റേഞ്ച് മിസൈലുകൾ വിക്ഷേപിക്കണം. നിശ്ചയമായും അവർ ഇസ്രായേലിനെയാണ് ആദ്യം ടാർഗറ്റ് ചെയ്യുക. കാരണം ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക ആണല്ലോ മോട്ടോ, അവരെയാണ് കൊല്ലേണ്ടത്. അപ്പോൾ അവരെ കൊല്ലാൻ വേണ്ടിയുള്ള മിസൈലുകളൊന്നും തൊടുക്കാനുള്ള പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ അല്ല എന്ന് വേണം വിചാരിക്കാൻ. ലോങ് റേഞ്ച് മിസൈലുകൾ അവരെ തൊടുക്കാൻ വേണ്ടി ഭൂഗർഭ അറകളിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ തന്നെ ഒരു മിസൈൽ തൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവരുടെ പ്ലാറ്റ്ഫോമുകൾ ആകാശത്തുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സ്റ്റെൽത്ത് ഫെസിലിറ്റിയുള്ള വിമാനങ്ങൾ ഉപയോഗിച്ച് അതിൽ നിന്നുള്ള മിസൈലുകൾ ഉപയോഗിച്ച് തകർത്ത് കളയുന്നു എന്ന് വേണം വിചാരിക്കാൻ. അപ്പോൾ മിസൈലുകൾ സെൻഡ് ചെയ്യാനുള്ള ഇറാന്റെ കപ്പാസിറ്റി
അവർ മ്യൂട്ട് ചെയ്ത് കളയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഷോർട്ട് റേഞ്ച് മിസൈലുകൾ. ഷോർട്ട് റേഞ്ച് മിസൈലുകൾ എന്ന് പറയുമ്പോൾ എല്ലാ വെഹിക്കിൾസിൻ്റെ മുകളിൽ നിന്നാണ്, വെഹിക്കിൾ പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ് ചെയ്യുക. ലോങ് റേഞ്ച് മിസൈലുകൾ വെഹിക്കിൾ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിന് പെർമനന്റ് പ്ലാറ്റ്ഫോമുകൾ വേണം, അല്ല വെരി സ്ട്രോങ് പ്ലാറ്റ്ഫോമുകൾ വേണം. അപ്പോൾ ഈ അണ്ടർഗ്രൗണ്ട് മിസൈൽ സെറ്റുകളിൽ ഇവർ ചെയ്തു വെച്ചിട്ടുള്ളത് റെയിലിൻ്റെ മുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള മിസൈലുകളാണ്. അത് അണ്ടർഗ്രൗണ്ട്, അത് പൊതുവെ കുന്നുകൾക്കടിയിലാണ് ഈ അണ്ടർഗ്രൗണ്ട് മിസൈൽ സെറ്റുകൾ. അത് അവിടെ നിന്ന് തന്നെ ഈ മൗണ്ട് ചെയ്ത് റെയിലുകളിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് പുറത്തെത്തിയാൽ ഉടനെ തന്നെ സെൻഡ് ചെയ്യാണ് ചെയ്യുക. രണ്ട് കുന്നുകൾക്കിടയിലാണ് ഇത്തരം സ്ഥലങ്ങൾ അവർ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഈ മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ആയതുകൊണ്ട് നേരെ മേലോട്ടാണ് പോവേണ്ടത്. നേരെ മേലോട്ട് പോയിട്ട് കർവ്ഡ് ട്രാക്കിലാണ് ഇത് വരിക. അപ്പോൾ രണ്ട് കുന്നുകൾക്കിടയിലാണെന്നും പ്രശ്നമില്ല, കാരണം ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മൂവ്മെന്റ് അതിന് ആവശ്യമില്ല. വെർട്ടിക്കൽ ഒരു ആംഗിളിലുള്ള മൂവ്മെന്റ് ആണ് ആവശ്യമുള്ളത്. അപ്പം അത് രണ്ട് കുന്നുകൾക്കിടയിൽ നിന്ന് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന സംഗതി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അവാക്സ് സിസ്റ്റം പോലുള്ള സിസ്റ്റങ്ങൾ ഇറാന്റെ മുകളിലെമ്പാടും കൊണ്ടുവന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിരത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ എവിടുന്നാണോ ഒരു മിസൈൽ സെൻഡ് ചെയ്യുന്നത്, മിസൈൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ പോയിന്റ് ട്രാക്ക് ചെയ്യപ്പെടുകയും ആ പോയിന്റിലേക്ക് മിസൈലുകൾ അയച്ച് ഇവരുടെ അണ്ടർഗ്രൗണ്ട് മിസൈലുകൾ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ തകർത്ത് കളയുകയും ചെയ്യും. അപ്പോൾ അതിലേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലോങ് റേഞ്ച് മിസൈലുകൾ ഇവർക്ക് സെൻഡ് ചെയ്യാൻ പറ്റാത്തത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളെയോ അല്ലെങ്കിൽ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട പോയിന്റുകളെയോ ടാർഗറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നില്ല. കഴിഞ്ഞ 12 Day വാറിൽ ചെയ്തതുപോലെ 100-200 മിസൈലുകളൊന്നും അയക്കാൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. കൂടാതെ ഖമനയുടെ മരണം എന്നത് അവർക്ക് നൽകാവുന്ന ഒരു ക്ഷീണം അത് അത്ര വലുതാണ്. ഇനി ഖമനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ധീരത ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്തൊരു സംഗതിയാണ്. കാരണം വധിക്കപ്പെടുമെന്ന് 100% ഉറപ്പായിട്ടും അദ്ദേഹം ടെഹ്റാനിൽ തന്നെ ഉണ്ടായിരുന്നു എന്നും ഈ ഓഫീസിൽ അദ്ദേഹം എത്തിയിരുന്നെന്നും അദ്ദേഹം അവിടെ നിന്ന് ഭരണം നിയന്ത്രിച്ചിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമായൊരു സംഗതിയാണ്. അപ്പോൾ ഇറാന്റെ വഴങ്ങാത്തൊരു മുഖം അതിനകത്തുണ്ട്. അപ്പോൾ ചർച്ചകളിലൂടെ ഒന്നും ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് ഖമനയെ അവിടെ തന്നെ ഉണ്ടായിരുന്നുള്ളത്. സിറിയയൊക്കെ ആക്രമിച്ച സമയത്ത് സിറിയൻ ഭരണാധികാരി ജീവനും കൊണ്ട് വാലുമുക്കി ഓടിയായിരുന്നു നമുക്കറിയാം. ഇവിടെ ഖമനയെ സംബന്ധിച്ച് അദ്ദേഹം സ്വർഗത്തിൽ കിട്ടാവുന്ന പ്രതിഫലങ്ങളുടെ ഒരു മോഹത്തിലായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം അവിടെ ധീരതയോടെ നിലനിന്ന് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു സംഗതിയാണ്. ഇനി അപ്പോൾ ഇറാന്റെ തിരിച്ചടികൾ വീക്കാണ് എന്നാണ് മനസ്സിലാക്കണം. ഇവിടെ നമ്മളുടെ വീഡിയോകളൊക്കെ വരുമ്പോൾ അതിൻ്റെ അടിയിൽ വന്ന് വീരവാദം മുഴക്കിയിരുന്നു. ഇറാനെ തൊട്ട് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര അത്ഭുതകരമായ ആയുധങ്ങളുണ്ട്. ഏതൊക്കെയാണ് അത്ഭുതകരമായ ആയുധങ്ങൾ പോയിട്ട് അവിടെ ഒരു ചെറിയ ഓലപ്പടക്കം പോലും ഉള്ളതായിട്ട് ഇതുവരെ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. തൊട്ടടുത്ത് കിടക്കുന്നതിൻ്റെ തലയ്ക്ക് അത് വലിച്ചെറിഞ്ഞ് അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ദുബായ് ഒക്കെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ കാട്ടുമാക്കാൻ നാഗരികതയെ ആക്രമിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. ദുബായ് എന്ന് പറയുന്ന ആ ഒരു നാഗരികതയോട്, ഒരു ഡെവലപ്ഡ് വേൾഡിനോടുള്ള 6ാം നൂറ്റാണ്ടുകാരൻ്റെ ഒരു വൈരാഗ്യമാണ് അവിടെ ഹോട്ടലുകളിലൊക്കെ താമസിക്കുന്നവരെ മിസൈൽ കൊണ്ട് ആക്രമിക്കുന്നതിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പം ഈ കൊല്ലപ്പെട്ടവരുടെ ലിസ്റ്റ് വായിച്ച കൂട്ടത്തിൽ അലി ലരിഞ്ചാനി ഇല്ല, മൊജ്തബ ഖമനേയി ഇല്ല എന്നൊക്കെ ഉള്ളത് വളരെ ശ്രദ്ധേയമായ സംഗതിയാണ്. കാരണം ഖമനേയുടെ ആബ്സെൻസിൽ ഈ രാജ്യത്തെ നയിക്കുവാൻ വേണ്ടി ഖമനയെ ഏൽപ്പിച്ചിട്ടുള്ളത് അലി ലരിഞ്ചാനിയാണ്. പക്ഷേ അലി ലരിഞ്ചാനി ഒരു പുരോഹിതനല്ല. അതുകൊണ്ട് തന്നെ അലി ലരിഞ്ചാനിക്ക് ഇത് ഹെഡ് ചെയ്യാൻ പറ്റിയ ഒരു ദീർഘകാലത്തേക്ക് ഇത് ഹെഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു മദർ റജീമാണ്. ഈ മദർ റജീമിൻ്റെ മുകളിലൊരു മൊലാക്ക വേണം. അപ്പം ഈ മൊലാക്കയായിട്ട് അദ്ദേഹം കണ്ടുവച്ചിട്ടുള്ളത് ഇദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള മൊജ്തബ ഖമനേയി ആണ് എന്ന് വേണം വിചാരിക്കാൻ. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ മരുമകളും കൊച്ചുമക്കളും മരിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. ഈ മൊജ്തബയുടെ ഭാര്യയാണോ കൊല്ലപ്പെട്ടത് എന്നുള്ള കാര്യം അറിയാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ മകളും മരിച്ചതായിട്ട് റിപ്പോർട്ടുണ്ട്. അദ്ദേഹത്തിന് മക്കളുണ്ട്, കൂടുതൽ മക്കളുണ്ട്. അപ്പോൾ അതിൽ ഈ മൊജ്തബയാണ് അടുത്ത ആളായിട്ട് വരുന്നത് എന്നൊരു സൂചനയാണുള്ളത്. മൊജ്തബ വധിക്കപ്പെട്ടതായ റിപ്പോർട്ടുകളില്ല. കൂടാതെ ഈ മൊജ്തബയെ ഇനി ഈ സ്ഥലത്തേക്ക് വാഴിക്കുക എന്ന ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള അലി ലരിഞ്ചാനി വളരെ സമർത്ഥനായിട്ടുള്ള ആളാണ്. അദ്ദേഹവും ഈ ആക്സസ് ഓഫ് ഇറാൻ എന്ന് പറയുന്ന ഹെസ്ബുള്ളയെയും ഹമാസിനെയും ഹൂത്തികളെയും ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ഇറാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അതാണ്. കാരണം പട്ടാളത്തേക്കാൾ പ്രധാനമായിരുന്നു ദ ആക്സസ് ഓഫ് ഇറാൻ എന്ന് പറയുന്നത്. അതിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്തിയിരുന്നതും IRGCനെ കോർഡിനേറ്റ് ചെയ്യുന്നതും ഒക്കെ ഈ അലി ലരിഞ്ചാനിയാണ്. അദ്ദേഹത്തെ ഇതിൽ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പേര് ഈ മരിച്ചവരുടെ ലിസ്റ്റിൽ കാണുന്നില്ല. അപ്പോൾ ഇത് വളരെ ക്രൂഷ്യലാണ്. ആ ഒരു അദ്ദേഹത്തെ ലഭിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ വധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ മദർ റജീം കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കുന്നത് വളരെ ഹാർഡായിട്ടുള്ള റജീമാണ്. അപ്പോൾ ഇത് പുറത്തേക്കുള്ള ആക്രമണങ്ങൾ കുറയുന്നു എന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അകത്ത് കാര്യമായ ആക്രമണം നടക്കുന്നുണ്ടെന്നാണ്. അപ്പം ജനം വന്ന് ഈ റജീമിനെ അട്ടിമറിച്ച് അവിടെ ഒരു ഭരണമാറ്റം സാധ്യമാക്കുന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സംഭവിക്കണം. പുറമേ നിന്ന് ഏതൊക്കെ ബോംബുകൾ ഇട്ടാലും ഈ ഭരണമാറ്റം എന്ന് പറയുന്നത് ഉള്ളിൽ സംഭവിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഉള്ളിൽ സംഭവിക്കേണ്ട കാര്യത്തിന് വേണ്ടി ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു വലിയ അബ്സർജ് ഉണ്ടാവുന്നതിനെ ചവിട്ടി ഒതുക്കുന്നതിൽ
പട്ടാളം ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആണ് എന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. മാത്രമല്ല, പട്ടാളത്തിൻ്റെ ആ ഒരു ഫോഴ്സ്, ആൾബലം ജനത്തിന് നേരെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇവിടെ കരയുദ്ധം നടക്കുന്നില്ല, ഇവിടെ നടക്കുന്ന ആകാശയുദ്ധമാണ്. അപ്പോൾ ആകാശയുദ്ധത്തിൽ ഈ മിസൈലുകൾ സെൻഡ് ചെയ്യുന്ന, അവിടെ വിമാനങ്ങൾ പോലും ഉപയോഗിക്കാനില്ല, ആകെയുള്ളത് മിസൈൽ സെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മിസൈൽ സെൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ മിസൈലിനെ ചെറുക്കേണ്ട ആളുകൾ മാത്രമേ ഇതിനകത്ത് ഇൻവോൾവ് ആവേണ്ടുള്ളൂ. ബാക്കിയുള്ളവർക്ക് മുഴുവൻ നാട്ടിലിറങ്ങിയ ആൾക്കാരെ കൊല്ലാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് സ്ട്രീറ്റിലിറങ്ങി ആരെങ്കിലും പ്രകടനങ്ങൾക്കോ സമരങ്ങൾക്കോ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഭരണം പിടിച്ചെടുക്കാൻ വരുന്ന ഒരു സംവിധാനത്തിന് നേരെ പട്ടാളത്തെ ഉപയോഗിക്കാൻ അവർക്ക് സാധിക്കും. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നത് ഈ മത നേതൃത്വത്തിന് ഇതുവരെ പിടുത്തം അയഞ്ഞു പോകാത്തത് കൊണ്ടാണ്. അപ്പം മത നേതൃത്വത്തിന് പിടുത്തം അയയണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു, അല്ലെങ്കിൽ ഇറാൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു വലിയ പബ്ലിക് അബ്സർവ് ആവശ്യമുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിൽ ഇവർ കാര്യമായിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, അതിൽ ഷോർട്ട് റേഞ്ച് മിസൈലുകളാണ് അവർ ഉപയോഗിക്കുന്നത്. അത് പ്രധാനമായിട്ടും ഗൾഫ് രാജ്യങ്ങളുടെ നേരെയാണ്. അപ്പോൾ ഇന്ന് സൗദി അറേബ്യ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇത് കത്തിക്കുന്നത് തുടർന്നു കഴിഞ്ഞാൽ സൗദി അറേബ്യ ആൻഡ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് ആ പ്രസ്താവന നടത്തിയതായിട്ട് അസോസിയേറ്റഡ് പ്രസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഗൾഫിന് തീയിടുന്നത് ഇറാൻ തുടരുകയാണെങ്കിൽ ഞങ്ങൾ ഇസ്രായേലിനോട് ചേർന്ന് ഇറാനെതിരെ യുദ്ധം ചെയ്യും എന്നൊരു പ്രസ്താവനയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അപ്പം അത് ഗൾഫ് മേഖലയിൽ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ രൂപപ്പെടുന്ന ഒരു അഭിപ്രായ സമന്വയം, ഇറാനിലെ മത റെജീമിനെതിരെ രൂപപ്പെടുന്ന ഒരു അഭിപ്രായ സമന്വയമായിട്ട് വേണം ഇതിനെ കാണാനെന്ന് മനസ്സിലാക്കണം. അപ്പം ഇത് നീണ്ടു പോവുകയാണ്, നിശ്ചയമായിട്ട് ഇറാനെ ഗുണം ചെയ്യുകയില്ല. കാരണം ഇവരെ പരാജയപ്പെടുത്താതെ, ഈ റെജിമിനെ പരാജയപ്പെടുത്താതെ നിശ്ചയമായിട്ടും ഇനി ഇറാനും അമേരിക്കയും ഇതിൽ നിന്ന് പിൻവാങ്ങാനുള്ള സാധ്യത കാണുന്നില്ല. സാധാരണഗതിയിൽ ഇതൊരു 4 ദിവസത്തെ യുദ്ധം എന്ന നിലയ്ക്കാണ് ഇസ്രായേൽ ഇത് തുടങ്ങിയത് എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വാസ്തവത്തിൽ യുദ്ധം തുടങ്ങിയ സമയത്ത് അമേരിക്കയും ഇസ്രായേലും പറഞ്ഞത് വി ഹാവ് പ്രിപ്പറേഷൻസ് ഫോർ എ വാർ എക്സ്റ്റെൻഡ് ടു മന്ത്സ്, മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, അല്ലാണ്ട് പെട്ടെന്ന് ഹിറ്റ് ആൻഡ് റൺ പരിപാടിയല്ല എന്ന് അവർ പറയുന്നുണ്ട്. വാസ്തവത്തിൽ ആ ഒരു പ്രസ്താവന അത് ഇറാനോടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇറാനെ സഹായിക്കണമെന്ന് മോഹമുള്ള ഒരു ചൈനയോ അല്ലെങ്കിൽ ഒരു റഷ്യയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോടുള്ളതാണ്. ഞങ്ങൾ അങ്ങ് വെറുതെ അങ്ങ് പോകുന്നില്ല, നിങ്ങൾ ആരെങ്കിലും സഹായത്തിന് യുദ്ധം നീട്ടിക്കഴിഞ്ഞാൽ അതിനുള്ള പ്രിപ്പറേഷൻ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രസ്താവന അവർക്കുള്ളതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വാസ്തവത്തിൽ ഇത് മറ്റാരും ഇതിനകത്ത് കൈയിടാൻ വരേണ്ട, ഇത് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ സാധിക്കും എന്നുള്ളൊരു ചിന്തയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു യുദ്ധം അതുകൊണ്ടാണ് ഇത്ര ഈ പല കേന്ദ്രങ്ങളിൽ ആക്രമണം വരുന്നതും IRGCനെ പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും നേതൃത്വത്തിലുള്ളവരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും. അപ്പോൾ നേതാക്കളെ തുടച്ചു നീക്കുന്നു, IRGC എന്ന് പറയുന്ന പ്രതിരോധ സേനയെ ന്യൂട്രലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനിടയിലൂടെ IRGCയിലൂടെ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ മൊസാദ് എന്തൊക്കെയാണ് വർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. IRGCയിലൂടെ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു ഭരണമാറ്റം വന്നു കഴിഞ്ഞാൽ അവിടെ വേറൊരു ഭരണ നേതൃത്വം വരികയും ഈ മത റെജീമിനോട് തുടച്ചു നിൽക്കുന്നതിൽ അന്ന് ഈ യുദ്ധം അവസാനിക്കും. അതിന് എത്ര ദിവസത്തെ സമയമെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളുടെ മുൻപിലുള്ള ചോദ്യം. നമ്മൾ കാണുന്നതനുസരിച്ച് അതിന് കൂടുതൽ സമയം ആവശ്യമില്ല എന്നാണ്. ഒരാഴ്ചത്തെ സമയമാണ് വാസ്തവത്തിൽ ഇതിന് വേണ്ടി വരിക എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ ഉള്ളത്. അത് എങ്ങനെ വരുമെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് കണ്ടേ പറയാൻ പറ്റുള്ളൂ. ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരിക്കലും നമുക്ക് തീരുമാനം ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് ഇങ്ങനെ സംഭവിക്കുള്ളൂ എന്നുള്ളതൊന്നും പറയാൻ കഴിയില്ല. അതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു ടാർഗറ്റ് ചെയ്തിട്ടേ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഗൾഫ് മേഖലയിലുള്ള പ്രധാനപ്പെട്ട രാജ്യമാണ് ഒമാൻ. അപ്പം ഒമാനാണ് ഈ അമേരിക്കയും ഇറാനും തമ്മിലുള്ള പീസ് ടോക്കുകളൊക്കെ ഒമാനായിരുന്നു മീഡിയേഷൻ വഹിച്ചിരുന്നത്. ഒമാൻ മീഡിയേഷൻ വഹിക്കണമെന്നുള്ളത് ഇറാന് വലിയ താല്പര്യമുള്ള സംഗതിയായിരുന്നു. അപ്പം ഒമാനെ അവർ ആക്രമിച്ചില്ല എന്നുള്ളത് ഒമാനുമായുള്ള അവരുടെ സൗഹൃദത്തെ സൂചിപ്പിക്കുന്നു. അപ്പം ഒമാനുമായിട്ടുള്ള അവരുടെ സൗഹൃദത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഈ ഹോർമുസ് കടലെടുക്കുക എന്ന് പറയുന്ന ഒരു സ്ഥലം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെ അവിടെ ഒരു ആക്രമണം ഇറാൻ നടത്തിയിട്ടില്ല. അപ്പോൾ ആദ്യത്തെ പ്രസ്താവന വന്നാൽ ഞങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞാൽ വിത്തിൻ ഹാഫ് ആൻ അവർ ഞങ്ങൾ ഹോർമുസ് കടലെടുക്ക് ബ്ലോക്ക് ചെയ്യും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ദിവസം കഴിഞ്ഞിട്ടും അവർ ഹോർമുസ് കടലെടുക്കുക ബ്ലോക്ക് ചെയ്തിട്ടില്ല. അവിടെ ഇതുവരെ മൈൻ ചെയ്തതായിട്ട് വിവരങ്ങളില്ല. അമേരിക്ക അത് ഭയങ്കരമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അവിടെ മൈൻ ചെയ്യാനുള്ള ശ്രമം ഉണ്ടായാൽ ഈ വാറിൻ്റെ ഇൻറ്റൻസിറ്റി, തീവ്രത വളരെയേറെ വർദ്ധിക്കും. കാരണം അത് എല്ലാ ഗൾഫ് രാജ്യങ്ങളെയും വളരെയേറെ എക്കണോമിക്കലി ബാധിക്കുന്ന ഒരു വിഷയമാണ്. അവരുടെ കെട്ടിടങ്ങളെ ആക്രമിക്കുന്നതിന് കഴിഞ്ഞൊക്കെ കൂടുതൽ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. അപ്പം ഇതിൻ്റെ ഈ ഹോർമുസ് കടലെടുക്കുക എന്ന് പറയുന്നത് അതിൻ്റെ പകുതി ഒമാൻ അവകാശപ്പെട്ടതും ബാക്കി പകുതി ഇറാൻ അവകാശപ്പെട്ടതാണ്. അപ്പോൾ അവർ തമ്മിലത് ഷെയർ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒമാനെ ആക്രമിച്ചില്ല എന്ന് പറയുമ്പോൾ അത് ഹോർമുസ് കടലിടുക്കിൻ്റെ ഒരു സേഫ്റ്റി ആയിട്ടും ഇൻ്റർപ്രറ്റ് ചെയ്യാം എന്ന് റോയിറ്റേഴ്സ് ഇന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞാൻ വായിക്കുകയുണ്ടായി. അപ്പം അതും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അയവാണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് അവർ ഇത് വല്ലാതെ ടൈറ്റാക്കി പിടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. കാരണം പരാജയം ഉറപ്പാണ്. ഈ അമേരിക്ക പോലത്തെ ഒരു വലിയ ഫോഴ്സിന് മുമ്പിൽ ഇറാൻ ഒന്നും അല്ല എന്നുള്ള ഉറപ്പാണ്.
മാത്രമല്ല അവരെ സഹായിക്കാൻ ആരും വരില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പം ഈ ഖമനൈ എന്ന് പറയുന്ന തീവ്രതയുള്ള നാവ് അത് അവരെ സംബന്ധിച്ച് ഒരു റിലീജിയസ് ചീഫും കൂടിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കണ്ണും പൂട്ടി അനുസരിക്കണമെന്ന് വിചാരിക്കുന്ന വളരെ ചുരുക്കം ആളുകളുണ്ട്. 80% ആളുകളും 80% ആളുകളും ഈ റെജിമിനെതിരാണെന്നാണ് എല്ലാ സർവേകളും സൂചിപ്പിക്കുന്നത്. 80%. ബട്ട് സ്റ്റിൽ ദ 20% ഇസ് ദർ. ആ 20%-നകത്തുള്ള ബഹുഭൂരിഭാഗവും പട്ടാളക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെയാണ്. അവരാണ് ഭരണം നിയന്ത്രിക്കുന്നത്. അപ്പം ഭരണം നിയന്ത്രിക്കുന്ന 20%-നെ സംബന്ധിച്ച് മതപരമായൊരു കൺവിക്ഷനാണ് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തത്. അപ്പം അദ്ദേഹത്തെ തന്നെ ആക്രമിച്ചില്ലാതാക്കിയ സമയത്ത് ആ കൺവിക്ഷൻ ഒരു അയവ് വന്നിരിക്കാൻ സാധ്യതയുണ്ട്. ഇനി അതിനകത്തുള്ള പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് തുടരാൻ കഴിയുകയില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ റജീം പത്തി താഴ്ത്തേണ്ടതാണ്. അങ്ങനെ താഴ്ത്തുകയാണെങ്കിൽ ആ സമയത്ത് ഈ യുദ്ധത്തിന് അവസാനം ഉണ്ടാവുകയും ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഈ ഒരു ദിവസം കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ശ്രമങ്ങൾക്ക് പരിപൂർണമായ മേൽക്കൈയും വിജയവും ലഭിച്ചതായാണ് കാണുന്നത്. യുദ്ധം കണ്ടിന്യൂ ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾ നമുക്ക് ഇന്ന് ലഭിക്കും എന്ന് വിചാരിക്കാം.